ഡ്രൈവ് ചെയ്യുമ്പോഴേ നാലുംകൂടി ജംഗ്ഷനിൽ നിന്ന് നേരെ പോകണമെങ്കിൽ ഈ ലൈറ്റ് ഉപയോഗിക്കുന്നവരുണ്ടോ ഇൻഡിക്കേറ്റർ ആയിട്ട്? ഇത് ചെയ്യാൻ പാടില്ല. ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു സുരേഷം ചാനൽ. നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണെന്ന് കരുതുക. നാലും കൂടിയ ഒരു ജംഗ്ഷൻ എത്തി. നമുക്കാണെങ്കിൽ സ്ട്രൈറ്റ് ആണ് പോകേണ്ടത്. ഏത് ഇൻഡിക്കേറ്ററാണ് ഇടുക? കുറച്ചെങ്കിലും പേര് ആ ചുവന്ന ബട്ടൺ അമർത്തിയിട്ട് 4 ഇൻഡിക്കേറ്ററും കത്തിച്ചിട്ട് മുന്നോട്ട് പോകും അല്ലേ? എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്വിച്ച് എന്തിനാ? എല്ലാ വാഹനത്തിന്റെയും ഡാഷ്ബോർഡില് ട്രയാങ്കിൾ ആകൃതിയില് ഒരു ചുവന്ന ലൈറ്റ് ഉണ്ട്. ഹസാർഡ് വാർണിംഗ് ലൈറ്റ് എന്നാണ് അതിന്റെ പേര്. വാഹനത്തിന്റെ 4 വശത്തുമുള്ള ഇൻഡിക്കേറ്ററുകൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇതിലൂടെ പറ്റും. പലരും ഇത് ജംഗ്ഷനിൽ നിന്ന് സ്ട്രൈറ്റ് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ല. അത് ദുരുപയോഗമാണ്. പിന്നെ എന്തിനാ ഈ ലൈറ്റ്? യാത്രക്കിടയിൽ വാഹനം റോഡിൽ അടിയന്തരമായി നിർത്തേണ്ട സാഹചര്യം വന്നാൽ മാത്രമാണ് ഈ ലൈറ്റ് ഇടേണ്ടത്. അതും പുറകിലുള്ള വാഹനങ്ങൾക്ക് ഒരു സൂചന നൽകുന്നതിന് വേണ്ടിയിട്ട്. മോട്ടോർ വാഹന നിയമപ്രകാരം ഒരിക്കലും ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഹസാർഡ് ലൈറ്റുകൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. വാഹനം കെട്ടിവലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ തിരക്ക് പിടിച്ച റോഡിലൂടെ ഒരു വാഹനത്തിന് വളരെ പതിയെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഭാരം കയറ്റിയ വാഹനമൊക്കെ ആണെങ്കിലും ഇത് ഉപയോഗിക്കാം. അല്ലാത്ത ഒരു സന്ദർഭങ്ങളിലും ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കരുത്. ചിലരൊക്കെ മഴയുള്ളപ്പോഴും മൂടൽമഞ്ഞുള്ളപ്പോഴും ഒക്കെ ഇത് പ്രവർത്തിപ്പിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓർക്കുക, അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനം റോഡിൽ നിർത്തിയിടേണ്ട അവസരങ്ങളിൽ മാത്രമാണ് ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ ഒരു 4 കൂടി ജംഗ്ഷനിൽ വാഹനം നമുക്ക് സ്ട്രൈറ്റ് പോകേണ്ട അവസ്ഥയിലാണെങ്കിൽ എന്താണ് കാണിക്കുക? കൈ പുറത്തേക്ക് ഇട്ടിട്ട് സ്ലോ ഡൗൺ കാണിച്ചിട്ട് മെല്ലെ കയറി ചെല്ലുക തന്നെയാണ്. ഇനി മറക്കില്ലല്ലോ. ഇതുപോലെ എന്തെങ്കിലും അറിവുകൾ നിങ്ങൾക്കും തരാനുണ്ടെങ്കിൽ താഴത്ത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. എനിക്കും മറ്റുള്ളവർക്കൊക്കെ അതറിയാലോ. ഓക്കെ, നിങ്ങൾക്ക് ഈ വിഷയം പ്രയോജനകരമായി എന്ന് കരുതട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.